ഉബുണ്ടുവിൻ്റെ പഴയ വേർഷനായ 18.04 തന്നെ പുതിയ വേർഷനായ 22.04 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. രണ്ട് വേർഷനുകളും ഒരേ ലാപ്പിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പാകത്തിനാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഓരോ വേർഷനും എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് പരിശോധിക്കാം. പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞാൽ ഗ്രബ് മെനു തുറന്നു വരും. ഗ്രബ് മെനുവിലെ ആദ്യത്തെ ഓപ്ഷൻ പുതിയ വേർഷനായ 22.04 തുറക്കുന്നതിനാണ്. കീബോർഡിലെ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 22.04 പ്രവേശിക്കാം. പഴയ വേർഷനാണ് വേണ്ടതെങ്കിൽ കീബോർഡിലുള്ള ഡൗൺ ആരോ ഉപയോഗിച്ച് മൂന്നാമത്തെ ഓപ്ഷനായ ഉബുണ്ടു 18.04 സെലക്ട് ചെയ്യുക. അതിനുശേഷം എൻ്റർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നേരെ പഴയ വേർഷനിലേക്ക് പ്രവേശിക്കാം. ഒരു ബട്ടണും പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ 8 സെക്കൻഡിന് ശേഷം പുതിയ ഓപ്ഷനായ 22.04 തുറന്നു വരും. ആദ്യം കാണുന്നത് യൂസർ നെയിം എന്ന ഭാഗമായിരിക്കും. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള സ്ക്രീനിലേക്ക് പോകുന്നതാണ്. ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ബട്ടൺ അമർത്തുക. 22.04 ഡെസ്ക്ടോപ്പും അതിലെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്ന രീതിയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഉബുണ്ടുവിൻ്റെ ഏറ്റവും പുതിയ വേർഷനായ 22.04 ഡെസ്ക്ടോപ്പ്. പഴയ വേർഷനിൽ കാണുന്നത് പോലെ മുകളിലെ പാനലിൽ ആപ്ലിക്കേഷൻസോ പ്ലേസസോ ഒന്നും കാണുന്നില്ല. അതിന് പകരം താഴെയായി ഡോക്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ടതായ ആപ്ലിക്കേഷൻസ് എല്ലാം അവിടെ കാണുന്നതാണ്. ഹോം ബട്ടൺ ഈ താഴെ ഭാഗത്താണ് കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഇതിനെ മൗസ് ഉപയോഗിച്ച് വലിച്ചിടാവുന്നതാണ്. മുകളിൽ പാനലിൻ്റെ വലതുവശത്ത് വിവിധ ഐക്കണുകൾ ഒരു ഗ്രൂപ്പായി കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ ഓപ്ഷൻസ് താഴേക്ക് തുറന്നു വരും. വോളിയം, മൈക്രോഫോൺ, ബ്രൈറ്റ്നസ് എന്നിവ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് താഴെ വൈഫൈ നെറ്റ്വർക്കുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് നെറ്റ്വർക്ക് കൊടുത്താൽ അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്കുകൾ കാണാൻ സാധിക്കും. ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കണക്ട് ചെയ്യാവുന്നതാണ്. പവർ ഓഫ് ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഏറ്റവും താഴെയുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്യുകയോ റീസ്റ്റാർട്ട് ചെയ്യുകയോ പവർ ഓഫ് ചെയ്യുകയോ ലോഗൗട്ട് ചെയ്യുകയോ ചെയ്യാം. ഡോക്കിൻ്റെ വലതുഭാഗത്തായി ഷോ ആപ്ലിക്കേഷൻസ് എന്ന ബട്ടണുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ ആപ്ലിക്കേഷനുകൾ ഇതിൽ കാണാൻ സാധിക്കും. താഴെയുള്ള ഡോട്ടുകൾ പ്രസ് ചെയ്ത് വിവിധ ആപ്ലിക്കേഷനുകളിലേക്ക് പോകാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് തുറക്കാം. മൗസിൻ്റെ സ്ക്രോൾ വീൽ ഉപയോഗിച്ചും നമുക്ക് ഈ പേജുകൾ മാറ്റാൻ കഴിയും. നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ തുറന്നു വരുന്നതാണ്. ഇത് തന്നെ മറ്റൊരു രീതിയിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ്റെ പേര് ടൈപ്പ് ചെയ്താൽ മതി. അതിനുശേഷം ആ ആപ്ലിക്കേഷൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തുറന്നു വരും. ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ആപ്ലിക്കേഷൻസ് തുറക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാൻ മറ്റൊരു രീതി കൂടിയുണ്ട്. കീബോർഡിലുള്ള സൂപ്പർ കീ അല്ലെങ്കിൽ വിൻഡോ സൂപ്പർ കീ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ തുറന്നു വെച്ച എല്ലാ ആപ്ലിക്കേഷൻസ് ഇതിൽ കാണാൻ കഴിയും. അതിനുശേഷം നമുക്ക് ആവശ്യമായ ആപ്ലിക്കേഷൻ്റെ പേര് ടൈപ്പ് ചെയ്താൽ മതി. അടുത്തതായി സെറ്റിങ്സിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് തിരഞ്ഞെടുക്കുക. അപ്പിയറൻസ് എന്ന ഭാഗത്ത് തീമുകൾ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിവിധ നിറത്തിലുള്ള തീമുകൾ ഇവിടെ വെച്ച് സെലക്ട് ചെയ്യാം. ഡെസ്ക്ടോപ്പ് ഐക്കണിൻ്റെ വലുപ്പം ക്രമീകരിക്കുന്നതിന് ഇപ്പോൾ സ്മോളാണ് കൊടുത്തിരിക്കുന്നത്. അത് നോർമലാക്കാം, ലാർജാക്കാം, ടൈനി ആക്കാം. ഇവിടെ ലാർജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ബട്ടൻ്റെ
വലുപ്പം കൂടിയതായിട്ട് നമുക്ക് മനസ്സിലാവും. തൽക്കാലം സ്മോൾ തന്നെ കിടക്കാം. ഷോ പേഴ്സണൽ ഫോൾഡർ. ഈ ഹോം ഫോൾഡർ നമുക്ക് കാണിക്കേണ്ട എങ്കിൽ ഇത് ഓഫ് ചെയ്താൽ മതി. ഇവിടെ ഓട്ടോ ഹൈഡ് ദ ഡോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ഡോക്ക് എല്ലാ സമയത്തും തുറന്നു വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ഏത് ആപ്ലിക്കേഷൻ തുറന്നാലും അതിന് താഴെയായിട്ട് ഡോക്ക് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിന് മാറ്റം വരുത്തണമെങ്കിൽ ഓട്ടോ ഹൈഡ് ഡോക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്ക് അപ്രത്യക്ഷമായി. അത് വീണ്ടും വരണമെങ്കിൽ ഇത് ഓട്ടോ ഹൈഡ് ഡിസേബിൾ ചെയ്താൽ മതി. പാനൽ മോഡ് എന്ന് പറയുന്നത് ഈ ഡോക്കിൻ്റെ നീളം കൂട്ടുന്നതിന് വേണ്ടിയാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ക് ഇങ്ങനെ ഒരു പാനൽ പോലെ ലഭിക്കും. അങ്ങനെ വേണ്ട എങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ ഡോക്കിലെ ഐക്കൺ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പൊസിഷൻ. ഇപ്പോൾ ഡോക്ക് താഴെ ഭാഗത്താണ്. നമുക്ക് വേണമെങ്കിൽ ഇത് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ ക്രമീകരിക്കാം. ഓക്കെ, താങ്ക് യു.